ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സച്ചിയും ലച്ചുവിനെയുമാണ്. അല്ല ലച്ചു, ഗോവിന്ദ് ഇപ്പോൾ ഇവിടെ ഇല്ലേ? നീ എപ്പോഴാ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നത്? ഒറ്റയ്ക്കാണോ വന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്നും ചിലപ്പോൾ തിരിച്ചു പോകുമെന്നും, എന്താണെങ്കിലും സച്ചിയേട്ടൻ ഉണ്ണിക്കണ്ണനുള്ള നേർച്ച കൊടുക്കാൻ മറക്കണ്ട, ഞാൻ ഈ മരുന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു സച്ചിയിൽ നിന്നും ഒഴിഞ്ഞുമാറി പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മീരയാണ്. തന്റെ അമ്മാവനെ വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ എന്തൊക്കെയോ പറയുന്ന മീരയാണ് കാണിക്കുന്നത്. തുടർന്ന് മീര അനൂപിനെ വിളിക്കുകയാണ്. അനൂപേട്ട, നമുക്ക് ലോട്ടറി അടിച്ചു. അതെ, കേസിൽ കിടന്ന നമ്മുടെ ഹൈവേയുടെ അടുത്തുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നമുക്ക് ഉടൻ തന്നെ ആ പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കും. കോടതി എതിർ കക്ഷികളുടെ പരാതി അങ്ങ് തള്ളിക്കളഞ്ഞെന്നാ അമ്മാവൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. തുടർന്ന് അനൂപ് പറയുകയാണ്, ഈ വിധി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈ വിധി ഇന്ന് തന്നെ വരണമെന്ന് ദൈവം നേരത്തെ കണക്കുകൂട്ടി വെച്ചതാകും. അതിന് ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത എന്ന് മീര ചോദിക്കുമ്പോൾ നിനക്കെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്കിന്ന് പ്രിയപ്പെട്ട ദിവസം തന്നെയാ. ഞങ്ങളുടെ അച്ചുവിന് കുഞ്ഞ് ജനിച്ച ദിവസം. അച്ചുവിന്റെ കുഞ്ഞിന്റെ ഭാഗ്യം കാരണമായിരിക്കും നിനക്കിപ്പോ ഈ വിധി വന്നത്. നീ തന്നെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ശരി അനൂപേട്ട, എനിക്ക് തെറ്റുപറ്റി. ആ അവന്തിക എന്തൊക്കെയോ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അച്ഛൻ്റെ കുഞ്ഞ് നമ്മുടെ ഭാഗ്യം തന്നെയാ. നമുക്ക് ഇന്ന് തന്നെ പോയി ആ കുഞ്ഞിനെ ഒന്ന് കണ്ടാലോ? കുറ്റബോധം കൊണ്ട് എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ തോന്നുന്നു അനൂപേട്ട. നാളെ മുതൽ അച്ചുവിൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മീര അടുക്കളയിലേക്ക് പോകുമ്പോൾ ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനൂപും. കാശ് കിട്ടുമെന്നായപ്പോൾ അവളുടെ മനം മാറിയത് കണ്ടില്ലേ? എന്റെ ദൈവമേ, കോടതി വിധി എങ്ങാനും എതിരായിരുന്നെങ്കിൽ അവളെ വീട് തിരിച്ചു വെച്ചേനെ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അർച്ചനയുടെ താലി കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അർച്ചനയ്ക്ക് ഇത്ര നേരമായും ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രമാണ്. ക്ഷേത്രത്തില് അർച്ചനയുടെയും സച്ചിയുടെയും കുഞ്ഞിന് നേർച്ച നടത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ലച്ചു. അർച്ചനയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരാതിരിക്കാനായി കണ്ണനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന ലച്ചുവിനെയാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ അർച്ചനയുടെ താലി നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് സച്ചി. തുടർന്ന് സച്ചിയുടെ ലച്ചുവിന്റെയും പ്രാർത്ഥനയുടെ ഫലമെന്നോണം അർച്ചനയ്ക്ക് ബോധം തെളിയുകയാണ്. അതേസമയം തന്നെ പ്രദക്ഷിണം വയ്ക്കാനാകാതെ കുഴഞ്ഞു വീഴാൻ തുടങ്ങുകയാണ് ലച്ചു. പെട്ടെന്ന് തന്നെ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന പ്രായമായ 2-3 പേർ ചേർന്ന് ലച്ചുവിനെ അവിടെ പിടിച്ചിരുത്തുകയാണ്. എന്റെ കണ്ണ, നീ എന്നെ ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ലച്ചുവിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കണ്ണു തുറക്കുന്ന അർച്ചനയ്ക്ക് സച്ചിയോട് കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ വാക്കുകളെല്ലാം ഓർമ്മ വരികയാണ്. തുടർന്ന് സച്ചിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ് അർച്ചന. ആ നേഴ്സ് അർച്ചനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അർച്ചന വീണ്ടും വീണ്ടും നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുടർന്ന് അർച്ചനയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഐസിയുവിന്റെ ഉള്ളിലേക്ക് ഓടി ചെല്ലുകയാണ് സച്ചി. സിസ്റ്ററിനോട് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സച്ചിയേട്ടാ, നമ്മുടെ കുഞ്ഞു പോയെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അർച്ചന. തുടർന്ന് അർച്ചനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചി പറയുകയാണ്, ഇല്ലടോ, നമ്മുടെ കുഞ്ഞു പോയിട്ടില്ല. നമ്മുടെ കുഞ്ഞിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം സച്ചി അർച്ചനയോട് പറയുന്നു. മോളാണല്ലേ, ദൈവം നമ്മളെപ്പോ കൈവിട്ടില്ല അല്ലേ സച്ചിയേട്ടാ? ഈ ജന്മത്ത് സച്ചിയേട്ടനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ലെന്ന് അർച്ചന പറയുമ്പോ ഞാനില്ലാതെ നീ എവിടെ പോകാനാണെന്ന് ചോദിച്ചുകൊണ്ട് അർച്ചനയെ സന്തോഷത്തോടെ നോക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അവന്തിക പോറ്റിയെ വിളിക്കുന്നതാണ്. കാര്യങ്ങളൊന്നും കൈവിട്ടു പോയിട്ടില്ലെന്നും ഞാൻ പറയുന്നത് പോലെ പോറ്റി സാറ് ചെയ്താൽ മതിയെന്നും അവന്തിക പറയുന്നു. അതേസമയം മൂർത്തി അവന്തികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവന്തിക കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. മരണമുഖത്തിൽ ഐസിയുവിൽ കിടന്ന അർച്ചന ജീവനോടെ തിരികെ എത്തിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന അവന്തികയുടെ കയ്യിൽ നിന്നും കപ്പ് താഴേക്ക് വീണ് പൊട്ടുകയാണ്. ഭാഗ്യം ഇപ്പോഴും അർച്ചനയുടെ കയ്യിൽ തന്നെയാണെന്നും കുഞ്ഞ് ഇൻക്യുബേറ്ററിലാണെന്ന് അറിയാൻ സാധിച്ചതെന്നും മൂർത്തി പറയുന്നു. പിന്നെ നെല്ലിശ്ശേരി കമ്പനിക്ക് ഒരു വിദേശ രാജ്യത്തിന്റെ എന്തോ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നാ അറിഞ്ഞത്. അതും ഈ കുഞ്ഞിന്റെ ഭാഗ്യമായിട്ടാണ് നെല്ലിശ്ശേരിക്കാര് കാണുന്നത്. ഇനി എടുക്കേണ്ട സ്റ്റെപ്പാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്നും പക്ഷെ അതൊരു കൈവിട്ട കളിയാണെന്നും അവന്തിക പറയുന്നു. നെല്ലിശ്ശേരി വീടിന്റെ അടിത്തറ തകർക്കാൻ പറ്റിയ ഒരു ബോംബ് എന്റെ കയ്യിലുണ്ടെന്നും ഞാൻ അങ്ങ് അതെടുത്ത് പ്രയോഗിക്കാൻ പോവുകയാണെന്നും അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. ദൈവം നമുക്ക് ഒരു കുഞ്ഞിനെ തന്നു, നമ്മൾ അവളെ മാലാഖയെ പോലെ തന്നെ വളർത്തും. സച്ചിയേട്ടൻ കുഞ്ഞിനെ കണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു എലിക്കുഞ്ഞിനെ പോലെ ഇത്തിരിയേ ഉള്ളെന്ന് സച്ചി പറയുന്നു. എനിക്കിനി എപ്പോഴാ അവളെ ഒന്ന് കാണാൻ സാധിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.